CJP പ്രതിഷേധത്തിൽ ഡൽഹി പോലീസിന്റെ ഡിജിറ്റൽ നിരീക്ഷണത്തിനെതിരായ ഹർജിയിൽ ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിയുടെ നോട്ടീസ്. റഹീം എംപിയുടെ ഹർജിയിലാണ് നോട്ടീസ്. ഹർജി സുപ്രീം കോടതി മറ്റ് ഹർജികൾക്കൊപ്പം പരിഗണിക്കും. ധനസുമോദ് വിവരങ്ങളുമായി. ധനസുമോദ്, വിശദാംശം എന്താണ്? രാജ്യസഭാംഗം റഹീമാണ് ഈ CJP സമരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതിനെതിരെ കേസ് കൊടുത്തത്. കേവലം നിരീക്ഷണ ക്യാമറ എന്നുള്ളൊരു ഉപരിയായിട്ട് FRT സാങ്കേതികവിദ്യ, ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജി ഉൾപ്പെടെയുള്ളവ പ്രയോഗിച്ചാണ് അവിടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഇത് 2022 ക്രിമിനൽ പ്രൊസീജിയർ ഐഡന്റിഫിക്കേഷൻ ആക്ടിന് വിരുദ്ധമാണ്. ഡൽഹി പോലീസിന് ഇത്തരത്തിലുള്ള ഒരു അധികാരവും നൽകുന്നില്ല. നിയമവിരുദ്ധമായിട്ടാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണം നൽകിയത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് റഹീം സുപ്രീം കോടതിയെ സമീപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ ഇന്ന് പ്രശസ്തയായിട്ടുള്ള വനിതാ അഭിഭാഷക മേനക ഗുരുസ്വാമിയാണ് ഹാജരായത്. അവർ ഇതിൻ്റെ ഒരു നിരുത്തരവാദപരമായ പ്രവർത്തനവും ഗുരുതരമായ കുറ്റവുമാണ് ഡൽഹി പോലീസ് ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് വാദിച്ചത്. ഇന്നിപ്പോൾ ഡൽഹി പോലീസിനും സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാരിനും ഇപ്പോൾ ഈ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ക്രിമിനൽ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കൽ, CCTV, ഡ്രോണുകൾ എന്നിവ വഴി ശേഖരിച്ചത് ഈ ഇത്തരത്തിലുള്ള ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തുകയാണ് സാധാരണ പതിവ്. ഇതിന് ഒക്കെ ഈ ചെറുപ്പക്കാരുടെ ഇത്തരത്തിലുള്ള ഈ ചിത്രങ്ങൾ ശേഖരിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസിനെതിരെ റഹീം സുപ്രീം കോടതിയെ സമീപിച്ചത്. ശരി, റഹീമിന്റെ ഹർജിയിലാണ് നോട്ടീസുകൾ ഉണ്ടായിട്ടുള്ളത്.